ബ്ലെസ്സിങ്സ് ആൻഡ് പ്രോസ്പെരിറ്റി, അനുഗ്രഹവും അഭിവൃദ്ധിയും. താങ്ക് യു ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചത്, പ്രോസ്പെരിറ്റി ഈസ് ദ വിൽ ഓഫ് ഗോഡ്. അത് നമ്മുടെ ഐഡിയ അല്ല, നമ്മുടെ പ്ലാനല്ല, ദൈവത്തിൻ്റെ പ്ലാനാണ്. ഇറ്റ്സ് എ വിൽ ഓഫ് ഗോഡ്. പ്രോസ്പെരിറ്റി ഈസ് ദ വിൽ ഓഫ് ഗോഡ്. താങ്ക് യു ലോർഡ്. അതിൻ്റെ ആധാരമായി നമ്മൾ ചിന്തിച്ചത് തുടക്കത്തിൽ ഉൽപ്പത്തി 1:24 നമ്മൾ വായിച്ച ഭാഗമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ, അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ദൈവം ശപിക്കുകയല്ല, ദൈവം അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാൻ ബ്ലെസ്സിംഗ്. താങ്ക് യു ലോർഡ്. ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിന്തിച്ചു, ഈ ഓണർ ആരാ? പ്രപഞ്ചത്തിൻ്റെ ഓണർ ആരാ? ഇതിൻ്റെ എല്ലാം അധികാരി ആരാ? നമ്മൾ അനേകം വചനങ്ങൾ ചിന്തിച്ചു. ദൈവമാ, ഇതിൻ്റെ സൃഷ്ടാവ് ദൈവമാ, ഇതിൻ്റെ അധികാരി ദൈവമാ, ഇതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നവൻ ദൈവമാ. താങ്ക് യു ലോർഡ്. എന്നാൽ അനേക ഇടങ്ങളിൽ നമുക്ക് കാണാം ഗോഡ് ഓഫ് ദിസ് ഏജ് എന്ന് പിശാചിനെയാ അഡ്രസ് ചെയ്യുന്നത്, സംബോധന ചെയ്യുന്നത്. യേശുവിൻ്റെ മുമ്പിൽ അവൻ വന്നിട്ട് പറയുക, നീ എന്നെ ഒന്ന് ആരാധിച്ച ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇപ്പം ഇതെല്ലാം ആരുടെ കയ്യിലാണ്? യേശു അവിടെ തർക്കിക്കുന്നില്ല. അല്ലെങ്കിൽ യേശു ഒരു വാക്കി പറഞ്ഞാൽ മതി, നീ ആരാ ഇത് തരാൻ? ഒറ്റ സെൻറ്റൻസ്, അതോടെ പരിപാടി അവിടെ കഴിഞ്ഞാൽ. യേശു അങ്ങനെയല്ല, യേശു നിന്നു കൊടുക്കുക. ഹല്ലേലൂയ, എന്നെ ടെസ്റ്റ് ചെയ്തോളാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. പിന്നെ അധികാരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, സൃഷ്ടാവിന് അധികാരമുണ്ട്. സൃഷ്ടാവിൻ്റേതല്ലാതെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അധികാരം ഉണ്ടെങ്കിൽ അത് ഇംപ്യൂട്ടഡ് ആണ്, അത് തന്നിരിക്കുന്നതാണ്, അത് കിട്ടിയിരിക്കുന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അധികാരമാണ് ഒറിജിനൽ അധികാരം. കാരണം അവൻ സൃഷ്ടാവാ. ബാക്കി എല്ലാ അധികാരങ്ങളും റിസീവ്ഡ് അധികാരങ്ങളാണ്. താങ്ക് യു ലോർഡ്. ദൈവം തന്നാൽ നമുക്ക് അധികാരം ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന അധികാരം ദൈവം തിരിച്ചെടുക്കുന്നതല്ല. പക്ഷേ നമുക്കുള്ള അധികാരം നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ ആ അധികാരം അവൻ്റെ കയ്യിലിരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആദിയിൽ ദൈവം മനുഷ്യനെ റൂൾ എന്നല്ല വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വാഴുക എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ, റെയിൻ. അത് രാജാക്കന്മാരാ റെയിൻ ചെയ്യുന്നത്. റൂളേഴ്സ് റൂള് ചെയ്യും, രാജാക്കന്മാര് വാഴും. താങ്ക് യു ലോർഡ്. വാഴുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതാ വാഴുക എന്ന് പറയുന്നത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതാ ആദത്തിന് കൊടുത്ത അധികാരം. ആദവും അവയും ഈ അധികാരത്തിൽ നിന്നുകൊണ്ടാണ്, വാഴാനുള്ള അധികാരത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്? ചോദ്യോത്തരം പറഞ്ഞ് തെറ്റിച്ച് എഴുതാൻ ആവശ്യമില്ലാത്ത പരീക്ഷ പോയി എഴുതി തോറ്റ് അധികാരം പിശാചിന് കൊടുത്ത്. താങ്ക് യു ലോർഡ്. ദൈവം അവന് കൊടുത്ത അധികാരമല്ല, ദൈവം കൊടുത്ത അധികാരം. ആദത്തിന് കൊടുത്ത അധികാരം എന്താ? ഈ ഭൂമി മുഴുവൻ വാഴാനുള്ള അധികാരം. താങ്ക് യു ലോർഡ്. ഈ അധികാരം പിശാചെടുത്തു. ഇനി ഈ അധികാരം പിടിച്ചുകൊണ്ട് ദൈവം ആദത്തിന് കൊടുത്തു. ആദത്തിൻ്റെ അടുത്ത് നിന്ന് പിശാച് കപടത കാണിച്ച് പിടിച്ചെടുത്തു. ഇപ്പോൾ ഈ അധികാരം ഇവൻ്റെ കയ്യിലാണ്. ഈ അധികാരം വെച്ചോണ്ടാണ് ഇവൻ്റെ എല്ലാ പരിപാടികളും നടക്കുന്നത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്.
പ്രിയരെ, ഇങ്ങനെ ചോദിക്കും ആൾക്കാർ, ദൈവം സർവശക്തനാണ്, ദൈവത്തിന് പിശാചിന് നീതി ന്യായം വിധിക്കാനായിട്ട് ഒരു നിമിഷം മതി, ദൈവം എന്തുകൊണ്ട് അത് ചെയ്യാത്തത്? അങ്ങനെ ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. അന്നത്തെ ദിവസം അവൻ രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ. അതിനു മുമ്പേ ദൈവത്തിന് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. ഈ സമയം പോയാൽ ഈ പ്ലാൻ മാറിപ്പോകുന്നൊരു പേടി ദൈവത്തിനില്ല. ഹല്ലേലൂയ. അവൻ ആദിയിൽ പറയുക ഇതാ സംഭവിക്കാൻ പോകുന്നതെന്ന്. താങ്ക് യു ലോർഡ്. ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇവിടം വെച്ച് തെറ്റിച്ച് കളഞ്ഞാലോ എന്നുള്ളൊരു പേടി ദൈവത്തിനില്ല. ഹല്ലേലൂയ. ഞാൻ വരച്ച വരയിൽ ഇത് നിൽക്കും. അതാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വാക്കിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. താങ്ക് യു ലോർഡ്. അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ, ഇത് ഇവിടെ എത്തുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയാലോന്നൊരു പേടി ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ജഡ്ജ് ചെയ്താലേ, ഇവിടെ വെച്ച് ന്യായം വിധിച്ചാലേ. ദൈവം അത് നീക്കി വെച്ചിരിക്കുന്നത്, നിന്റെ എല്ലാ പണിയും ചെയ്തോ, നിന്റെ പഠിച്ച പണിയും പഠിക്കാത്ത പണിയും എല്ലാം നിരത്തിക്കോ, ഇവിടെ ഞാൻ വരച്ച വരയിൽ ഇത് നിൽക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതാ പ്രിയരെ നമ്മുടെ ദൈവം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പിന്നെ നമ്മൾ കണ്ടു യേശുവിൻ്റെ ക്രൂശ് അവിടെ സംഭവിച്ചത് പിശാച് ജയിച്ചു എന്ന് വിചാരിക്കുന്ന ഇടത്ത് ദൈവം അവൻ്റെ തലയെ തകർക്കുവാൻ ഉപയോഗിച്ചത് അതേ സ്ഥലമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരു കഴുകൻ, ഒരു ഈഗിൾ, താങ്ക് യു ലോർഡ്, അതിൻ്റെ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ പല സാധനങ്ങളെ കൊണ്ടുവരും. പാമ്പിനെയാണ് പിടിച്ചോണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ മൈറ്റുള്ള പാമ്പിനെ അല്ല കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതിനെ കൊത്തി 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 കൊല്ലത്തില്ല, ജീവനുണ്ടാവും, ഇത്തിരി ജീവനുണ്ടാവും, അതിനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഈ പാമ്പിന് ഒരു ഉയർത്തെഴുന്നേപ്പില്ല. താങ്ക് യു ലോർഡ്. അവൻ അവന്റെ സർവശക്തി ഉപയോഗിച്ചാലും ഈ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാൻ അവന് ശക്തിയില്ല. ഹല്ലേലൂയ. ആ പരുവത്തിലാക്കിയിട്ട് ശത്രുവിനെ തീറ്റയായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. കുഞ്ഞുങ്ങൾ കുത്തിപ്പറിച്ച് അതിനെ തിന്നും. ഹല്ലേലൂയ. പ്രിയരെ, അവന്റെ തലയെ തകർത്തത് നമ്മുടെ പിതാവാ, നമ്മുടെ കർത്താവാ. താങ്ക് യു ലോർഡ്. നമുക്ക് തന്നിരിക്കുന്നത് കുത്തിപ്പറിക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. നിന്നെ തൊടുവാൻ ഉള്ള ശക്തി അവന് ഇല്ല. നിന്നെ നശിപ്പിക്കുവാൻ ഉള്ള ആയുധം അവന് ഇല്ല പ്രിയരെ. താങ്ക് യു ലോർഡ്. അവന് പല്ല് കാണിക്കാം, കണ്ണ് കാണിക്കാം, നഖം കാണിക്കാം. താങ്ക് യു ലോർഡ്. അതിന്റെ അപ്പുറം ഒരു ആയുധം അവന്റെ കയ്യിൽ ഇല്ല. താങ്ക് യു ലോർഡ്. ഇനി അവന് ആയുധം എവിടെ നിന്ന് കിട്ടുന്നറിയോ? നമ്മൾ കൊടുത്ത, നമ്മളൊരു വടി എടുത്തിട്ട് അവൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ അവൻ്റെ കയ്യിൽ വടി കിട്ടും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവ് നടക്കാൻ പറഞ്ഞ വഴിയിൽ നടക്കാതെ അടി കൊള്ളാൻ പാകത്തിൽ നടന്നിട്ട് വടിയെടുത്ത് പിശാചിന്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടി കൊള്ളും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അത് നീ കൊടുത്ത വടി വെച്ച് നീ അടി വാങ്ങിച്ചതാ. ഹല്ലേലൂയ. അവന്റെ കപ്പാസിറ്റി കാരണമല്ല, നിന്റെ അനുസരണക്കേട് കാരണമാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കൊളോസിയൻസ് 2:13-15 വരെയുള്ള വാക്യം വായിക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ
ഹാവിങ് 15-ാം വാക്യത്തിൽ, കൊളോസ്യൻ 2:15 വാക്യം, ഹാവിങ് ഡിസാംഡ്. അതിൻ്റെ അർത്ഥം, അതായത് ആയുധം വെപ്പിച്ചു. അപ്പോൾ ആയുധം അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു അവരുടെ ആയുധം വെപ്പിച്ചു. എങ്ങനെ വെപ്പിച്ചു? ഡിസാംഡ് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, പബ്ലിക്, പരസ്യ കോലമാക്കി. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അതായത് ഒരു യുദ്ധത്തിൽ തോറ്റ് കഴിഞ്ഞാൽ ആ തോറ്റ പടയാളികളെയെല്ലാം ആയുധങ്ങളൊക്കെ അവരുടെ അടുത്ത് മാറ്റിയിട്ട് ആയുധമൊന്നും ഇല്ലാണ്ട് ആൾക്കാരുടെ നടുവിൽ കൂടെ ഇവർ നടക്കും. താങ്ക് യു ലോർഡ്. ഈ നടക്കുന്നവരെ കണ്ടു നിൽക്കുന്ന കാണികൾ തുപ്പും കല്ലെറിയും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇതാണ് യേശുവിൻ്റെ ജയം പിശാചിനെയും ഈ പ്രിൻസിപ്പാലിറ്റീസിനെയും പവേഴ്സിനോടും ചെയ്തത്. ഹല്ലേലൂയ. ആയുധം വെപ്പിച്ച് തോൽവി സമ്മതിച്ച് നടക്കുക. ഹല്ലേലൂയ. ഒരു ജാഥ, ഈ പ്രൊസഷനാണ് നമ്മളിവിടെ കാണുന്നത്. താങ്ക് യു ലോർഡ്. നമ്മുടെ ശത്രു നടക്കുന്ന നടപ്പാണ് കാണുന്നത്. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ എന്തില്ല? ആയുധമില്ല. ആയുധം വെപ്പിച്ചു. നമുക്ക് ആ വാക്യത്തിൽ ഒന്നും, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ച വാക്യമാണ്, ഒന്നും കൂടെ അതൊന്ന് വായിക്കാം. കൊളോസ്യർ 2:13 മുതൽ നിർത്തി വായിക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. ഓക്കെ, ഇവിടെ പറയുന്ന അവസ്ഥ എന്താ? മരിച്ചവരായ നമ്മളെ. എങ്ങനെ മരിച്ചു? അതിക്രമങ്ങളിൽ മരിച്ചു. താങ്ക് യു ലോർഡ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പാപത്തിൽ മരിച്ചു. നീതിയുടെ ഒരെഴുത്തുണ്ട്, അത് നമുക്കെതിരാ. താങ്ക് യു ലോർഡ്. ആ സ്റ്റാൻഡേർഡിൽ, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ മരിച്ചു. താങ്ക് യു ലോർഡ്. തുടർന്ന് വായിക്കാം. അവനോടുകൂടെ ജീവിപ്പിച്ചു. ഓക്കെ, അവനോടുകൂടെ ജീവിപ്പിച്ചു. എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ചാണ് പറയുന്നത്. താങ്ക് യു ലോർഡ്. മരിച്ചു കിടന്ന നമ്മളുടെ മരണം അവൻ ഏറ്റെടുത്തു. അവൻ്റെ പുനർദ്ധാനത്തിൽ നമ്മൾ പങ്കാളികളാണ്. കർത്തൃമേശ ആചരിക്കുന്നത് നമ്മൾ അതാ ഡിക്ലെയർ ചെയ്യുന്നത്. അവനോട് കൂടെ നമ്മൾ, വായിച്ചോ, അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ഓക്കെ, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. ഈ കൈയെഴുത്ത് നമുക്ക് വിരോധവും പ്രതികൂലവുമാ. ആ ചട്ടങ്ങളെ അവൻ എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. താങ്ക് യു ലോർഡ്. നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാപമായിട്ടല്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആ റിക്വയർമെൻറ്റ്സ് അവൻ മായ്ച്ചു കളഞ്ഞു. താങ്ക് യു ലോർഡ്. നമ്മൾ ഈ ബേർഡനും പിടിച്ച് നിൽക്കുമ്പോൾ അപ്പോഴാണ് ഈ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാം നമ്മുടെ മേൽ ഒരു ആയുധമുള്ളത്. അത് അവരുടെ സ്വന്തം ആയുധമല്ല, ദൈവത്തിൻ്റെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡാ നമുക്കെതിരെ ആയുധമായിട്ട് വരുന്നത്. നമുക്കെതിരെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് നമ്മൾ തെറ്റുമ്പോൾ നമുക്കെതിരെയുള്ള ആയുധമാണ് അത്. താങ്ക് യു ലോർഡ്. ഈ ആയുധമാണ് യേശു ക്രൂശിൽ വെപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ദൈവം നമുക്കെതിരെ ഒരു ആയുധം, താങ്ക് യു ലോർഡ്, ദൈവം നമുക്കെതിരെ വരാവുന്ന ആയുധത്തെ ഹി ഡെൽറ്റ് ഓൺ ദ ക്രോസ്. ക്രൂശിൽ അവൻ കൈകാര്യം ചെയ്തതാ. വായിച്ചോ. കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു. റൈറ്റ്. നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇത് നമുക്കും ദൈവത്തിനും നടുവേ നിൽക്കുക. നമുക്ക് ദൈവത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ നടുവേ നിൽക്കുക. താങ്ക് യു ലോർഡ്. ഈ സാധനത്തെയാണ് നമുക്കെതിരെയുള്ള പിശാച് പൊക്കി കാണിക്കുന്നത്.
താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ ആയുധമാണ് ക്രൂശിൽ യേശു വെപ്പിക്കുന്നത്. വായിച്ചോ, കണ്ടിന്യൂ ചെയ്തോ, തുടർന്ന് വായിച്ചോ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഹല്ലേലൂയ, വായിച്ചോ. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഓക്കെ. അപ്പൊ ജഡ്ജ്മെന്റുകളെ കുറിച്ചാണ്. നമുക്ക് എതിരെ ഉള്ളതിനെ എല്ലാം യേശു ക്രൂശിൽ കൈകാര്യം ചെയ്തു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആ കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇനി നമുക്കെതിരെ ആയുധമില്ലാത്തത്. ഹല്ലേലൂയ. അല്ലാണ്ട് വാളും പരിചയം അതൊന്നുമല്ല ആയുധം. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ എഴുത്ത്, നമുക്ക് എതിരെ ഉണ്ടായിരുന്ന എഴുത്തായിരുന്നു ഇവൻ്റെ ആയുധം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പോൾ പിന്നെ അവൻ്റെ അധികാരം എവിടെ? ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആദത്തിൻ്റെയും അവയുടെ മുമ്പിൽ അവന് വന്ന് പറയാനൊരു ക്ലെയിമുണ്ട്. നിനക്ക് അധികാരം ദൈവം തന്നതാ, പക്ഷേ പാപം ചെയ്ത് നീ എൻ്റെ മകനായി തീർന്നു. പാപം ചെയ്യുന്നവൻ്റെ അപ്പൻ പിശാച. ഹല്ലേലൂയ. കാരണം എന്താ? ഇത് ദൈവത്തിൽ നിന്നും വന്നതല്ല, ദൈവത്തിൽ നിന്നും വന്ന വിത്തല്ല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ പിശാച് നോക്കുമ്പോൾ ഇതെൻ്റെ മോൻ, ഇതെൻ്റെ മോള്. കാരണം എന്താ? ദേ വിത്ത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഈ റിക്വയർമെന്റ് യേശു ക്രൂശിൽ ഡീൽ ചെയ്തതിന് ശേഷം, താങ്ക് യു ലോർഡ്, നമ്മൾ ആദവും അവയും പാപത്തിൽ വീഴാത്ത അതിന് മുൻപുള്ള അവസ്ഥയിലോട്ടാണ് ദൈവം കൊണ്ടിരുന്നത്. താങ്ക് യു ലോർഡ്. ആ അവസ്ഥയിൽ അധികാരം ആരുടെ കയ്യിലാണ്? താങ്ക് യു ലോർഡ്. വീണ അവസ്ഥയിൽ മാത്രമേ പിശാചിന് അധികാരമുള്ളൂ പ്രിയരെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ക്രൂശിന്റെ അപ്പുറം യേശു നമ്മുടെ രക്ഷകനായി നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന യേശു, ആ യേശുവിൻ്റെ ജീവനിൽ നമ്മൾ ജീവിക്കുമ്പോൾ, താങ്ക് യു ലോർഡ്, നമ്മുടെ കയ്യിൽ ആദ്യം ദൈവം കൽപ്പിച്ച അധികാരം വീണ്ടും നമ്മുടെ കയ്യിൽ വരുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇനി നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവന് ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. താങ്ക് യു ലോർഡ്. യേശു ഉയർത്തു കഴിഞ്ഞു. ഉയർക്കുന്നതിന് മുൻപേ അവന് ഇതൊക്കെ കാണിക്കുകയായിരുന്നു. താങ്ക് യു ലോർഡ്. യേശു അവൻ്റെ തലയെ തകർക്കൂ, അവൻ്റെ ആയുധത്തെ, താങ്ക് യു ലോർഡ്, ഹി ഡിസാംഡ്, ആയുധവർഗം വെപ്പിച്ചു. താങ്ക് യു ലോർഡ്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. താങ്ക് യു ലോർഡ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് പിടികിട്ടിയല്ലോ. നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവം യേശു ക്രിസ്തുവിൽ നമുക്ക് ഓഫർ ചെയ്തതാ. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ ഓഫർ എന്താണെന്നറിയോ? അനേക പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ ഓഫർ സമാധാനം അല്ല, ദൈവത്തിൻ്റെ ഓഫർ സമൃദ്ധി അല്ല, ദൈവത്തിൻ്റെ ഓഫർ സൗഖ്യം അല്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് തർക്കിക്കൂലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഓഫർ തൻ്റെ പുത്രനാ. ഹല്ലേലൂയ. പുത്രൻ ഉള്ളവർക്ക് ദൈവത്തിൻ്റെ സന്തോഷമുണ്ട്, പുത്രൻ ഉള്ളവർക്ക് ദൈവത്തിൻ്റെ സമാധാനമുണ്ട്, പുത്രനുള്ളവർക്ക് ദൈവത്തിൻ്റെ സമൃദ്ധിയുണ്ട്, പുത്രനുള്ളവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. താങ്ക് യു ലോർഡ്. പുത്രൻ ഇല്ലെങ്കിൽ ഇത് ഒന്നുമില്ല പ്രിയരെ. താങ്ക് യു ലോർഡ്. ആ പുത്രനെ, താങ്ക് യു ലോർഡ്, എങ്ങനെ റിസീവ് ചെയ്യണം, എങ്ങനെ ജീവിതത്തിൽ നമ്മൾ കാണണമെന്ന് നമ്മൾ തിരിച്ചറിയണം. താങ്ക് യു ലോർഡ്. ദൈവം നമുക്ക് ഓഫർ ചെയ്തത് സ്വന്തം പുത്രനെയാ. താങ്ക് യു ലോർഡ്. ആ പുത്രനിൽ ഉള്ളതാ നമുക്ക് കിട്ടുന്നത്. പുത്രനിൽ നിന്ന് മാറി നമുക്ക് ഒന്നുമില്ല പ്രിയരെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇനി നമുക്ക് അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പം മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രൊവിഷൻസ് എന്താണെന്ന്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. നമ്മുടെ പ്രൊവിഷൻസ് ഇത് മനസ്സിലാക്കാൻ ആവർത്തന പുസ്തകം 28:1 മുതൽ 18 വരെയുള്ള വാക്യം.
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ദൈവമായ യഹോവയുടെ വാക്ക് നീ ഹല്ലേലൂയ താങ്ക് യു ലോർഡ് കേൾക്കുക എന്നാണോ പറഞ്ഞത്? ശ്രദ്ധയോടെ കേട്ടു. ശ്രദ്ധയോടെ കേൾക്കുക. താങ്ക് യു ലോർഡ്. പ്രിയരെ, ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ കേൾക്കുകയല്ല വേണ്ടത്, ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ കേൾക്കുക എന്ന് വിചാരിച്ചാൽ നമ്മൾ തെറ്റിപ്പോവും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ അർത്ഥത്തിൽ വ്യത്യാസം വരും പ്രിയരെ. താങ്ക് യു ലോർഡ്. ശ്രദ്ധയോടെ കേൾക്കാം. ഓക്കെ, ഇത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഒരു പരീക്ഷയിൽ 10 out of 10 അല്ലെങ്കിൽ 100 out of 100 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്, അനുഗ്രഹത്തിൻ്റെ സ്റ്റാൻഡേർഡ്, അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് ആരുടെയാ? യേശു ക്രിസ്തുവിൽ ഇത് നമ്മുടെയാ, നമ്മുടെ ഓരോരുത്തരുടെയാ. താങ്ക് യു ലോർഡ്. ഇത് തിരിച്ചറിയാതെ താങ്ക് യു ലോർഡ് നടക്കുന്ന കാര്യങ്ങൾ, നമുക്ക് എതിരെ നടക്കുന്ന കാര്യങ്ങൾ കണ്ണു മിഴിച്ചിരിക്കുവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രൊവിഷൻസ് തിരിച്ചറിഞ്ഞ് പിശാച് എവിടെയാ ഇത് കവർന്നുകൊണ്ട് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് താങ്ക് യു ലോർഡ് അവനെ എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമുക്ക് തന്നു, എന്താ തന്നത് എന്ന് അറിയാണ്ട് നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ താങ്ക് യു ലോർഡ്. എൻ്റെ അപ്പൻ ആരാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? അപ്പൻ്റെ പ്രൊവിഷൻസ് ഒന്ന് അറിഞ്ഞിട്ട് വേണ്ടേ എനിക്ക് പോയി ക്ലെയിം ചെയ്യാൻ? ഇതൊക്കെ എൻ്റെയാ. കാരണം എന്താ? ഇതെൻ്റെ അപ്പൻ്റെയാ. ഹല്ലേലൂയ താങ്ക് യു ലോർഡ്. അപ്പൻ്റെ പ്രൊവിഷൻസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നത്. താങ്ക് യു ലോർഡ്. നമ്മൾ അനുഗ്രഹം, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് തിരിച്ചറിയണം പ്രിയരെ. 100ൽ 99 കിട്ടിയാൽ പോരാ, ആ ഒരെണ്ണം എവിടെ പോയി അതന്വേഷിക്കണം. ഹല്ലേലൂയ. കാരണം ഇതങ്ങനെ നഷ്ടപ്പെടുത്താവുന്ന ഒന്നല്ല. നമുക്ക് തന്നിരിക്കുന്നതിന് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. പിതാവ് തന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നമ്മുടെ കഴിവ്, നമ്മുടെ മിടുക്ക്, നമ്മളുടെ വളർച്ചയ്ക്കൊത്ത നമ്മളിതെല്ലാം അനുഭവിക്കുന്നത്. താങ്ക് യു ലോർഡ്. ഇസ്രായേലിനെ ചെങ്കടലിൽ കടത്തി മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ഒരു വാഗ്ദത്തം പറയുന്നുണ്ട്. ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ഗിവൺ യു. ആ ദേശത്ത് കയറിയിട്ടില്ല. ഹല്ലേലൂയ. പുറത്ത് നിൽക്കുക. ആ ദേശത്ത് മല്ലന്മാരാ. ഹല്ലേലൂയ. എന്ന ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? ഇതിന്റെ ആധാരം എന്റെ കണക്ക് പ്രകാരം നിന്റെ പേരിലാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുകൊണ്ട് വെറുതെ അങ്ങ് വാഗ്ദത്ത ഭൂമിയിലോട്ട് കയറിയാ എന്ത് സംഭവിക്കും? മല്ലന്മാരുണ്ട് അവിടെ. ഹല്ലേലൂയ. നിന്നെ തുരുത്തും. ഹല്ലേലൂയ. എന്നാൽ വിളിച്ചവൻ വിശ്വസ്തനാ. താങ്ക് യു ലോർഡ്. നിന്റെ പേരിൽ എഴുതിയിരിക്കുന്നത് നീ ചുമ്മാ നടന്ന് കയറുകയല്ല, നീ യുദ്ധം ചെയ്തെടുക്കണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. മരുഭൂമിയിൽ മന്ന തന്ന കാലമുണ്ട്. താങ്ക് യു ലോർഡ്. പണി ചെയ്യണ്ട, പുറത്തിറങ്ങി മന്ന പറിക്കിയാൽ മതി. ഹല്ലേലൂയ. എന്നാൽ മന്ന നിന്ന കാലമുണ്ട്. താങ്ക് യു ലോർഡ്. മന്ന നിൽക്കും. ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യുവാൻ നമുക്ക് പ്രൊവിഷൻസ് തരുന്നത് എന്നും അതുമായിട്ട് അലസരായിട്ട് ഇരിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഒരു ട്രെയിനിങ് ഉണ്ട് പ്രിയരെ. യുദ്ധം ചെയ്ത് ശത്രു വിതച്ചത് നീ നേടിയെടുക്കേണ്ട ഒരു കാലമുണ്ട്. താങ്ക് യു ലോർഡ്. തയ്യാറാണോ? താങ്ക് യു ലോർഡ്. മന്നയ്ക്കപ്പുറം പോകുവാൻ, താങ്ക് യു ലോർഡ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുവാൻ ഉള്ള തൻ്റെ ഇടമുണ്ടോ? അതിനുവേണ്ടി നീ തയ്യാറാണോ? താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്.
വാഗ്ദത്തം നിനക്കുള്ളതാ. നിന്റെ പേരില് ദൈവം എഴുതി വച്ചിരിക്കുന്ന ദേശമാ. താങ്ക് യു ലോർഡ്. എന്നാൽ അത് നേടിയെടുക്കാൻ നീ യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. ആ യുദ്ധം നീ ജയിക്കും. താങ്ക് യു. കാരണം എന്താ? ആ യുദ്ധം നിനക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആ യുദ്ധം തോക്കാനുള്ള 2 സാധ്യതകളേ ഉള്ളൂ. ഒന്നെങ്കിൽ നീ തിരിഞ്ഞോടണം. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന വെല്ലുവിളി ദൈവത്തിനറിയാം നിനക്ക് ജയിക്കാമെന്ന്. എന്നാൽ ദൈവത്തെ വിശ്വസിക്കാതെ നീ തിരിഞ്ഞോടിയ, കർത്താവേ ഇതെനിക്ക് വലിയ വെല്ലുവിളിയാ, ഞാൻ തിരിച്ചോടുക എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ബാക്ക്. നീ വാഗ്ദത്തം പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം വിളിച്ചവൻ വിശ്വസ്തനാ എന്നുള്ള ധൈര്യത്തിൽ നീ മുൻപോട്ട് പോകാൻ തയ്യാറാണോ? നിന്റെ മുൻപിൽ വരുന്ന ഏത് യുദ്ധമാകട്ടെ, ഏത് ഗോലിയാത്താകട്ടെ, ജയം നിന്റേതാ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വായിക്കാം, ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. 1-ാം വാക്യം, 28-ന്റെ 1-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ. സകല കൽപ്പനകളും ഡെലിജന്റ്ലി ഒബേ എന്നാ പറയുന്നത്. താങ്ക് യു. ഡെലിജന്റ്ലി, അതായത് തിരിച്ചും മറിച്ചും ആലോചിച്ചിട്ടല്ല, വരും വരായികൾ ആലോചിച്ചിട്ടല്ല. താങ്ക് യു ലോർഡ്. കർത്താവ് പറഞ്ഞു ഞാൻ ഇതാ. താങ്ക് യു ലോർഡ്. വായിച്ചോ. അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ. ഓക്കെ, ഇവിടെ പറയുന്നത് ഒബ്സർവ് കെയർഫുള്ളി. എല്ലാ വാക്കിനും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ എന്നല്ല, ഒബ്സർവ് കെയർഫുള്ളി. ആ പ്രമാണിക്കുന്നതിനും ഒരു സൂക്ഷ്മതയോടെ പ്രമാണിച്ച് നടന്നാൽ. ഹല്ലേലൂയ. ഓരോ വാക്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അത് വെറുതെ പറഞ്ഞ വാക്കല്ല, ഇതിന് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പ്രിയരെ, നമ്മൾ യേശുവിനെ പിൻപറ്റുമ്പോൾ, താങ്ക് യു ലോർഡ്, കെയർലെസ് ആയിട്ട് ആർക്കും യേശുവിനെ പിൻപറ്റാൻ സാധ്യമല്ല. താങ്ക് യു ലോർഡ്. എല്ലാ സ്റ്റെപ്പിലും, എല്ലാ തീരുമാനത്തിലും യേശു ഉണ്ടാകണം. എല്ലാ ചിന്തയിലും യേശു ഉണ്ടായിരിക്കണം. എല്ലാ ഇടപെടലുകളിലും യേശു ഉണ്ടായിരിക്കണം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പ്രിയരെ, അനുഗ്രഹത്തിൻ്റെ ഒരു അടിസ്ഥാനമായി പറയുന്നത്. താങ്ക് യു ലോർഡ്. അനുഗ്രഹിക്കും എന്ന് പറഞ്ഞവൻ അനുഗ്രഹിച്ചിരിക്കും. നമ്മൾ അടിസ്ഥാനങ്ങളൊന്ന് ശരിയാക്കിയാൽ മതി. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. തുടർന്ന് വായിക്കാം. അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചാൽ, താങ്ക് യു ലോർഡ്, അങ്ങ് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട, അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, താങ്ക് യു ലോർഡ്, അവനോടുള്ള റെഫറൻസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, ചിന്തയിൽ ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ, അവൻ്റെ ആഗ്രഹത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ, താങ്ക് യു ലോർഡ്, എൻ്റെ കർത്താവിന് ഇത് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യമാകട്ടെ അത് മാറ്റിവെക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, നമ്മളെ കാണുന്ന ദൈവമാ, സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതത്തെ നോക്കുന്നൊരു ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അവൻ്റെ കയ്യിൽ അനുഗ്രഹത്തിൻ്റെ നിറവുണ്ട്. അത് നിന്റെ പേരിൽ അവൻ എഴുതി വച്ചിരിക്കുന്നതാ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആ അനുഗ്രഹത്തെ തപ്പി നീ പോകണ്ട. നിന്റെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന ഓരോ സ്റ്റെപ്പിലും അവനെ പിൻപറ്റിയാൽ മതി, അവനെ നോക്കിയാൽ മതി, അവൻ്റെ ഹിതത്തെ അന്വേഷിച്ചാൽ മതി. താങ്ക് യു ലോർഡ്. അവൻ നിന്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്നത് ഒന്നും നിനക്ക് നഷ്ടപ്പെടത്തില്ല. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വായിച്ചോ, തുടർന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ഓക്കെ, കേട്ട് അനുസരിച്ചാൽ, ഹല്ലേലൂയ, ചിലപ്പോൾ നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടും. അങ്ങനെയാണോ? ഹല്ലേലൂയ. ഒന്നും കൂടെ വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ
ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ഈ അനുഗ്രഹങ്ങൾ ചിലതൊക്കെ നിനക്ക് കിട്ടും. അങ്ങനെയാണോ? അനുഗ്രഹങ്ങൾ എല്ലാം, ഹല്ലേലൂയ, നീ എല്ലാം ദൈവത്തിന് ഒഴിവാക്കിക്കൂടെ? ഈ അനുഗ്രഹങ്ങൾ നിനക്ക് സിദ്ധിക്കും, നിനക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ പോരാ. ഹല്ലേലൂയ. ദൈവത്തിന് അങ്ങനെ പറഞ്ഞാൽ പോരാ. ഈ അനുഗ്രഹങ്ങൾ എല്ലാം നിനക്ക് കിട്ടും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഒരെണ്ണം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. താങ്ക് യു ലോർഡ്. വായിച്ചോ. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഓക്കെ. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഓക്കെ. ഇവിടെ ബ്ലെസ്ഡ് ഷാൽ യു ബി ഇൻ ദ സിറ്റി. ഷാൽ യു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നീ അനുഗ്രഹിക്കപ്പെടും എന്നല്ല അവിടെ പറയുന്നത്. നീ അനുഗ്രഹമാണ്. യു ആർ. ഹല്ലേലൂയ. റിസൾട്ട് നീ പിന്നെ കണ്ടോളും. ഇപ്പൊ നീ ആണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നേരത്തെ യോങ്കിച്ചോടെ കാര്യം പറഞ്ഞ പോലെ ഫർണിച്ചേഴ്സ് എവിടെ? വിശ്വാസത്തോടെ സഭയിൽ പ്രഖ്യാപിച്ച് എനിക്ക് സോഫ കിട്ടി, ടേബിൾ കിട്ടി, ഇതൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ ചേർച്ചിലുള്ളവരെ കൂടെ അന്ന് പാസ്റ്ററിന് ഇതൊക്കെ കിട്ടിയത് നമുക്ക് പോയി കണ്ടേക്കാന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ഒന്നുമില്ല. അപ്പം യോഗിച്ചോടടുത്ത് സഭക്കാർ, പാസ്റ്ററല്ലേ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഫർണിച്ചർ കിട്ടി, ഇതൊക്കെ ഇവിടെ എവിടെയാ ഫർണിച്ചർ? അപ്പോൾ യോഗിച്ചോ പറയുന്നത് എന്താണെന്നറിയോ? ഞാനേ ഗർഭം ധരിച്ചിരിക്കുക. ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഹല്ലേലൂയ. ഇതുപോലെയാ പ്രിയരെ അനുഗ്രഹം. താങ്ക് യു ലോർഡ്. യു ഷാൽ. നിന്നെ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് ഇനി ബാക്കി കാണാനുള്ളൂ. ഹല്ലേലൂയ. അതിൽ നിന്ന് പുറത്തു വരുന്നതാ ബാക്കി കാണാനുള്ളത്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഭാവിയിൽ നിന്നെ അനുഗ്രഹിച്ചോളും നല്ല ദൈവം പറഞ്ഞത്. നിന്റെ നിപ്പ് നേരെയാണെങ്കിൽ നിന്നോട് ദൈവം പറയുക, നിന്നെ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞു. യു ആർ ഇൻ ഹിസ് ബ്ലെസ്സിംഗ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഇനി സിറ്റിയിൽ, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. അത് കഴിഞ്ഞ് പറയുന്നത് എന്താ? വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. പണിസ്ഥലത്ത്, നിന്റെ പ്രൊവിഷൻസ് ഉള്ള സ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്നത് ഫീൽഡ് അനുഗ്രഹിക്കപ്പെടും എന്നല്ല. ആ ഫീൽഡ് അനുഗ്രഹിക്കപ്പെടുന്നല്ല, നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഫീൽഡിലോട്ട് നമ്മൾ വരുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഫീൽഡിൻ്റെ അനുഗ്രഹത്തിലോട്ട് നമ്മൾ വരുന്നേ ഉള്ളൂ. താങ്ക് യു ലോർഡ്. നീ അനുഗ്രഹമാണെന്നാണ് ദൈവം പറയുന്നത്. നീ എവിടെ പോകുന്നത് ആ സാധനമല്ല, നീയാണ് അനുഗ്രഹം. ഹല്ലേലൂയ. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയലങ്ങനെ തന്നെ ഉണ്ട്. നീ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുക. പട്ടണത്തിൽ നീ പോയ പട്ടണമല്ല, നീ അനുഗ്രഹിക്കപ്പെടും. ബാക്കി വരുക, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വായിക്കാം. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. ഓക്കെ. താങ്ക് യു ലോർഡ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബ്ലെസ്സഡ് ഷാൽ ബി ദ ഫ്രൂട്ട് ഓഫ് യുവർ ബോഡി. അതായത് അനുഗ്രഹം നിന്നിലാണ് നിറഞ്ഞിരിക്കുന്നത്. നീയുമായിട്ട് കണക്റ്റഡായിട്ട് വരുന്നത് കൊണ്ട് ബാക്കിയെല്ലാം അനുഗ്രഹിക്കപ്പെടുക. ഹല്ലേലൂയ. നിന്നെ നോക്കിയിട്ട് ദൈവം അവിടെ ഇവിടെയും പോയി അനുഗ്രഹിക്കുന്നതല്ല, നിന്നെ അനുഗ്രഹിക്കുക. നീ പോകുന്നത് കൊണ്ട് നിന്റെ വഴിയിലുള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഈ കല്ലും മണ്ണും അനുഗ്രഹിക്കാനല്ല ദൈവം ഇരിക്കുന്നത്, നിന്നെ അനുഗ്രഹിക്കാനായിരിക്കുന്നത്. നീ പോയ കല്ലെ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാരണം അത് അനുഗ്രഹിക്കപ്പെടുന്നതാ. നീ വയലിൽ പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് വയലിൽ അനുഗ്രഹം കണ്ടേ പറ്റൂ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇപ്പം ഇവിടെ ഫ്രൂട്ട് ഓഫ് യുവർ ബോഡി, പ്രോഡക്ട്സ് ഓഫ് യുവർ ഗ്രൗണ്ട്. നമുക്കത് നിർത്തി ഒന്ന് വായിച്ചു പോകാം. പ്രിയരെ, നമ്മളിത് മനസ്സിലാക്കണം. അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കണം. എവിടെയൊക്കെ ദൈവം അനുഗ്രഹിക്കും, ദൈവത്തിൻ്റെ ഹൃദയമാണ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നത്. താങ്ക് യു ലോ. നമുക്ക് ഇത് പോക്കറ്റിലിട്ട് പോകാനല്ല, ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
എന്നിട്ട് വേണം നമുക്ക് അധികാരം ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. നിർത്തി വായിക്കാം ആ വാക്യം, 3-ാം വാക്യം, 4-ാം വാക്യം. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും. കൃഷിഫലവും ഭൂമിയിലുള്ള ഫ്രൂട്ട്സ്, മൃഗങ്ങളിലുള്ള ഫ്രൂട്ട്സ്. നിന്നെ പ്രതി മൃഗങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാ ദൈവം. നിന്നെ പ്രതി കൃഷിഫലത്തെ അനുഗ്രഹിക്കാൻ തയ്യാറാ ദൈവം. താങ്ക് യു ലോർഡ്. ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ഒരു ചെടിയാണേലും അതിൻ്റെ ഫലം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അത് എന്തുകൊണ്ടാ? നിന്നെ പ്രതി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മൾ ഇതിന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വേണം വളരാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വേണം ഉറയ്ക്കാൻ. താങ്ക് യു ലോർഡ്. കൃഷിഫലത്തിലോ കന്നുകാലികളുടെ ഫലത്തിലോ നമ്മൾ ഉറയ്ക്കണ്ട, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചാൽ മതി. താങ്ക് യു ലോർഡ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. താങ്ക് യു ലോർഡ്. ഇനി തുടർന്ന് വായിക്കാം. നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയരെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ദൈവം അതിനെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? നിന്നെ ദൈവത്തിന് വേണം. ഹല്ലേലൂയ. വായിച്ചോ. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ആ കൊട്ടയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അത് നിന്റെ കൊട്ടയാ. ഹല്ലേലൂയ. മാവ് കുഴയ്ക്കുന്ന തൊട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? വല്ല തൊട്ടിയും കൊട്ടയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, നിന്റെ. ഹല്ലേലൂയ. അതാ കൊട്ടയുടെയും തൊട്ടിയുടെയും പ്രത്യേകതയല്ല, നിന്റെയാണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അത് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. വായിച്ചോ. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ഇനി എവിടെ അനുഗ്രഹിക്കപ്പെടാത്തതെന്ന് അറിയോ? ഇതിൻ്റെ അകത്ത് അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ സ്നേഹം എന്താണെന്നറിയോ? അനുഗ്രഹിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ അകത്തോട്ടാണേലും പുറത്തോട്ടാണേലും നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇനി അകത്തോട്ടും പുറത്തോട്ടും അല്ലാണ്ട് നീ അങ്ങോട്ട് പോവും, നിനക്ക് പോകാനൊരു ഇടമില്ല. നീ എവിടെ പോയാലും നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. വായിച്ചോ. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഓക്കെ. താങ്ക് യു ലോർഡ്. നീ അവർക്ക് ശത്രുവൊന്നും ആകണ്ട, അവര് നിന്നെ ശത്രുവായിട്ട് കണ്ടാ മതി. ഹല്ലേലൂയ. ദൈവം അവർക്കെതിരെ നിൽക്കും. ഹല്ലേലൂയ. നീ ഇങ്ങനെ സത്യസന്ധതയോടെ ഓരോന്നൊക്കെ ചെയ്തിങ്ങനെ നടക്കും. ചിലവർ അസൂയ, നിനക്ക് കിട്ടുന്ന അനുഗ്രഹം പല കാര്യങ്ങളും കണ്ട് നിനക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിനക്ക് ശത്രുവാവുക ഇവര്. നിനക്ക് എന്താ ശത്രുത ഒന്നുമില്ല, എനിക്കൊരു ശത്രുവുമില്ല. പക്ഷെ തനിയെ ഉണ്ടാവുക ഓരോരുത്തർ ശത്രുക്കള്. ഹല്ലേലൂയ. ദൈവം എന്താ ചെയ്യുന്നതെന്നറിയോ? നീ ഇങ്ങനെ തന്നെ നടന്നോ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, പക്ഷേ നിന്നെ ശത്രുവായിട്ട് അവൻ കാണുന്നത് കൊണ്ട് ഞാൻ അവന് എതിരാ. ഹല്ലേലൂയ. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിന്റെ മുൻപിൽ തോക്കുമാറാക്കും. ഹല്ലേലൂയ. ഒറ്റക്കൊറ്റക്ക് അവരായിട്ട് ഇടപെടുന്ന പരിപാടിയല്ല ദൈവത്തിനുള്ളത്. അവരെ വെല്ലുവിളിച്ച് വരെയല്ലേ, നിന്നെ ഞാനിപ്പോൾ ശരിയാക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നീ ഒന്നും ചെയ്യണ്ട, യഹോവ അവർക്ക് എതിരെ നിൽക്കും, നിന്റെ മുൻപിൽ അവരെ തോക്കുമാറാക്കും. അപ്പം നീ എന്ത് ചെയ്യണം? കൈകൊട്ടി സന്തോഷിച്ച് അങ്ങനെയാണോ? ഹല്ലേലൂയ. നീ അപ്പോഴും കർത്താവിനെ തന്നെ നോക്കിക്കോളണം. താങ്ക് യു ലോർഡ്. ഫോക്കസ് മാറിപ്പോകരുത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വായിച്ചോ. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. താങ്ക് യു ലോർഡ്. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്നറിയോ? ഒരു വഴി ഭയങ്കര പ്ലാനൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ വരുക, വന്ന വഴി ഏതാണെന്ന് അറിയാൻ പാടില്ലാണ്ടായി പോകും. 7 വഴിയാണ് ഓടുന്നത്. താങ്ക് യു ലോർഡ്. വഴിയില്ല. താങ്ക് യു ലോർഡ്. വന്ന വഴിയെ മറന്ന് ഓടും. താങ്ക് യു ലോർഡ്.
നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റാൽ, നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്നാൽ, നീ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ, നിന്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും യേശുവിനെ ഫസ്റ്റ് മുൻപിലിടാൻ നീ പഠിച്ചാൽ, താങ്ക് യു ലോർഡ്, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വായിക്കാം, തുടർന്ന് വായിക്കാം. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കളപ്പുരകൾ, സ്റ്റോർ ഹൗസസ്. നീ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ച ആ സ്റ്റോറിനെ നീ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പക്ഷേ നീ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യാൻ നീ തീരുമാനിക്കണം. അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാ. ഹല്ലേലൂയ. പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഹല്ലേലൂയ. നൈനിലെ വിധവ, താങ്ക് യു ലോർഡ്, ദൈവം ഒരു അത്ഭുതം ചെയ്യണം എന്ന് തീരുമാനിച്ചു. നൈനിലെ വിധവ പറയും, ഇവിടെ പാത്രമൊന്നുമില്ല, എണ്ണയും മാവും അങ്ങ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാത്രമൊന്നുമില്ല. അപ്പം എന്തു ചെയ്യും? അപ്പം നിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. നീ പാത്രം കാണണം. താങ്ക് യു ലോർഡ്. ദൈവത്തിന് അനുഗ്രഹിക്കാനായിട്ടുള്ള ഒരു ഫീൽഡ് നീ ഉണ്ടാക്കണം. താങ്ക് യു ലോർഡ്. നീ ഒന്നും ചെയ്യാണ്ട് കൈകെട്ടിയിരുന്ന് കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി വെക്കും ഈ അനുഗ്രഹം? ഹല്ലേലൂയ. യു നീഡ് ടു സ്റ്റോർ തിങ്സ്. ബാങ്കിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഇടണം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നീ അക്കൗണ്ടെങ്കിലും തുടങ്ങണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആൾക്കാർ പറയേ, അതിനെ എനിക്ക് അക്കൗണ്ടേ ഇല്ലല്ലോ. അക്കൗണ്ട് ഉണ്ടായിട്ട് വേണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ. താങ്ക് യു ലോർഡ്. പ്രിയരെ, അക്കൗണ്ട് ഉണ്ടെങ്കിൽ, കർത്താവേ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അത് നീ നോക്കിക്കോ, ഞാൻ നിന്നെ നോക്കിക്കോളാം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും പ്രിയരെ. താങ്ക് യു ലോർഡ്. നേരത്തെ പറഞ്ഞതുപോലെ രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ പ്രസംഗിക്കാതെ ഹൗ വിൽ ഗോഡ് ബ്ലസ് യു? രോഗസൗഖ്യം എങ്ങനെ വരും? ക്യാൻസറിനെ സൗഖ്യമാക്കുന്നത് അതിനേക്കാൾ വലിയ നാമം യേശുവിൻ്റെ നാമമാ. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാ എന്ന് ഡിക്ലെയർ ചെയ്യാതെ അവൻ്റെ വൻ പ്രവൃത്തി നമ്മൾ എങ്ങനെ കാണും? താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അവൻ്റെ നന്മയെ നമ്മൾ ഘോഷിക്കണം. അവൻ്റെ അനുഗ്രഹത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. താങ്ക് യു ലോർഡ്. അവൻ നല്ലവന് എന്ന് ഡിക്ലെയർ ചെയ്യണം. അവന് ഒരു നാൾ എന്നെ കൈവിടില്ല എന്ന് ഡിക്ലെയർ ചെയ്യണം. താങ്ക് യു ലോർഡ്. നമ്മുടെ ഡിക്ലറേഷൻ്റെ അപ്പുറത്താ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. തുടർന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവം തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവം വിളിക്കുന്നിടത്ത് നീ ചെന്നാൽ അവിടെ അവൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. അന്ന് ഊര് പട്ടണത്തിൽ എബ്രഹാമിനെ അനുഗ്രഹിച്ചാൽ പോരെ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പക്ഷേ ദൈവം എബ്രഹാമിനൊരു വിളിയുണ്ട്. താങ്ക് യു ലോർഡ്. ആ വിളിപ്രകാരം അവൻ നടക്കണം. പക്ഷെ അവൻ്റെ കൂടെ അപ്പനുണ്ടായിരുന്നു, ലോത്തുണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഹാരാനിലെത്തി. ഹാരാൻ വരെ മുമ്പിൽ നടന്നത് ആരാ? എബ്രഹാമിൻ്റെ അപ്പൻ തേരഹ്. എബ്രഹാം കൂടെ നടക്കുക. ഹല്ലേലൂയ. ഹാരാനിലെത്തിയപ്പോൾ തേരഹിനെ വിളിച്ച്, അതിൻ്റെ സ്ക്രിപ്റ്റേഴ്സിലോട്ട് പോകുന്നില്ല, പറഞ്ഞു പോവുക. ഈ ഫാമിലിയെ, എബ്രഹാമിനെ തേരഹിനെ എല്ലാം വിളിച്ചത് എങ്ങോട്ടാണെന്നറിയോ? കനാനിലോട്ടാണ് വിളിച്ചത്. ഇവരെ ഇറങ്ങി തിരിച്ചത് കനാനിലോട്ടാ. ഹല്ലേലൂയ. വഴിയെ ഒരു സ്ഥലത്തെത്തി, ഹാരാൻ. അപ്പം കനാനിലോട്ട് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? തേരഹ് റിട്ടയർ ചെയ്തു, അപ്പൻ റിട്ടയർ ചെയ്തു. നമ്മൾ വചനം കാണുമ്പോൾ തേരഹ് മരിക്കുന്നത് വരെ പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എബ്രഹാമിനോട് സംസാരിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എബ്രഹാമിനോട് സംസാരിച്ച് അടുത്ത സെൻറ്റൻസിൽ എന്താണെന്നറിയോ നമ്മൾ വായിക്കുന്നത്?
ദൈവം പറയുക, കനാനിലോട്ട്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് നീ പോകാൻ പറയും. അടുത്ത സെൻറ്റൻസിൽ എബ്രഹാം കനാനിലെത്തി. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കനാനിലെത്തിയതിന് ശേഷമാണ് ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം വിളിക്കുന്ന ദേശത്ത് ദൈവത്തിൻ്റെ വിളി ഉണ്ടെങ്കിൽ ആ വിളിയിൽ നിൽക്കണം പ്രിയരെ. ഹല്ലേലൂയ. അനുഗ്രഹം അവിടെയാവുള്ളത്. നമുക്കറിയാം, വീണ്ടും ഞങ്ങളുടെ ഫ്രൈഡേ മീറ്റിങ്ങിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഞങ്ങൾ പഠിച്ചതാണ്. അപ്പം ഈ കനാനിൽ വന്നിട്ട് എബ്രഹാം എന്ത് ചെയ്തെന്ന് പറയും, അവിടെ നിന്നില്ല, കണ്ടിന്യൂ ചെയ്തു യാത്ര. ഹല്ലേലൂയ. ഊരിൽ നിന്ന് ഹരാനിൽ വന്നു. ദൈവം പറഞ്ഞ ഇമ്മീഡിയറ്റ് അടുത്ത സെൻറ്റൻസിൽ എബ്രഹാം കനാനിലെത്തി. അത് കഴിഞ്ഞിട്ട് എബ്രഹാം അവിടെ നിന്നില്ല. എബ്രഹാം പിന്നെ അങ്ങോട്ട് പോയി, ഈജിപ്തിൻ്റെ ഏരിയയിലോട്ട് പോയി. ഹല്ലേലൂയ. വീണ്ടും എബ്രഹാം കനാനിൽ വന്നു. അപ്പം പിന്നെയും ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വളരെ ക്ലിയറാ. ദൈവം പറയുന്നിടത്താണ് ദൈവം അനുഗ്രഹിക്കുന്നത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നറിയോ? ദൈവം എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. തിരിച്ചിവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷെ ദൈവം എന്താ ചെയ്യുന്നതെന്നറിയോ? ദൈവം വെയിറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം പറഞ്ഞെടുത്ത് നമ്മൾ വന്നിട്ട് വേണം ദൈവത്തിന് ബാക്കി പറയാൻ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആർ യു വെയിറ്റിംഗ്? വെയിറ്റ് ചെയ്യണോ? എങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിക്കേ, ഒന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എവിടെയാ കർത്താവേ ഞാൻ വരേണ്ടത്? ഞാൻ എവിടെ വന്ന് നിൽക്കണം കർത്താവേ? താങ്ക് യു ലോർഡ്. ഞാൻ ദൈവം പറഞ്ഞെടുത്ത് നിന്നാൽ ദൈവത്തിന് അടുത്ത സ്റ്റെപ്പ് തയ്യാറാ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. വായിച്ചോ, തുടർന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ആ തരുന്ന ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും. ആര് തരുന്ന ദേശത്ത്? നീ പോയി നിൽക്കുന്ന ദേശത്തല്ല, ദൈവം നിനക്ക് തരുന്ന ദേശത്ത്. ഹല്ലേലൂയ. അതിൻ്റെ ആധാരമൊക്കെ നിന്റെ പേരില്ല. ഹല്ലേലൂയ. വെല്ലോടത്തും പോയിട്ട് കൈപൊക്കിയ അനുഗ്രഹം എത്തത്തില്ല. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നമ്മുടെ ജീവിതത്തിൽ ചില മെച്യൂരിറ്റീസ് ഉണ്ട്, മെച്യൂർഡ് ആകേണ്ട ചില മേഖലകളുണ്ട്. ഹല്ലേലൂയ. ചില അനുഗ്രഹങ്ങൾ ആ മെച്യൂരിറ്റി ലെവൽ അനുസരിച്ചിട്ടാ. താങ്ക് യു ലോർഡ്. ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ചെറിയ കത്തി കൊടുക്കത്തില്ല. താങ്ക് യു ലോർഡ്. എന്നാൽ ഒരു പടയാളിയായി വളർന്നാൽ ഒരു വാള് കൊടുക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഒരു വാള് പിടിക്കണമെങ്കിൽ നീ ഒരു കുഞ്ഞിൻ്റെ ലെവലിൽ നിന്നാ കിട്ടത്തില്ല. താങ്ക് യു ലോർഡ്. ഒരു കത്തി പോലും കിട്ടത്തില്ല. താങ്ക് യു ലോർഡ്. നീ ഒന്ന് വളര്, നീ ഒരു പടയാളിയുടെ ലെവലിലോട്ട് വളര്. നിനക്ക് ദൈവം ഒരു വാള് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അനുഗ്രഹത്തിൻ്റെ ഒരു അംശം നമ്മൾ തൊട്ടിട്ടുള്ളൂ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്.